ഇതിപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പോലീസിനെ കണ്ടല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ വീഡിയോ കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്താ. ഇതിൽ അധികം ബാറ്ററി ലൈഫ് കുറവാണേ, നമുക്ക് അധികം കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 3 മിനിറ്റ്സേ പറ്റുള്ളൂ ഒരേ ടൈമിൽ. അപ്പോൾ 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പിന്നെ കുറച്ചൊന്ന് പോസ് ചെയ്താണ്. അപ്പോൾ ഇത് വാൾനട്ട് ക്രീക്കാണ്, ഞാൻ പറഞ്ഞ സിറ്റി ഉണ്ടല്ലോ, വാൾനട്ട് ക്രീക്കാണ് ആ കാണുന്നത്. ഇവിടെ കുറേ കമ്പനീസൊക്കെ ഉണ്ട്. ഇത് തന്നെ കണ്ടില്ലേ, ഈ വണ്ടി തന്നെ ഇപ്പം റൈറ്റ് ലൈനിലോട്ടൊക്കെ പോകുന്നത് കണ്ടില്ലേ, ട്രാഫിക് അനുസരിച്ച്. ശരിക്കും പറഞ്ഞാൽ ലെഫ്റ്റിലത്തത് എക്സ്പ്രസ് ലൈനാണ്. അതെന്തുകൊണ്ടാണ് അത് ഭയങ്കര സ്ലോ എന്ന് എനിക്കറിയില്ല. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ വലിയ ബിൽഡിങ്സ് ഒക്കെ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ അമേരിക്കയിലാന്നൊക്കെ പറയുമ്പോഴേ, എന്നിട്ട് നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ വീടുകളും ഒക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സിറ്റി, ഒരു അമേരിക്കൻ ഡ്രീം എന്നൊക്കെ പറയാമല്ലോ വേണമെങ്കിൽ. അങ്ങനത്തെ ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. ഞാൻ പറയുന്നത് വലിയ സിറ്റീസ് ഉണ്ട്. വലിയ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സിറ്റി എന്ന് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണ്. സാൻ ഫ്രാൻസിസ്കോ ഒരു വലിയ സിറ്റിയാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഏത് സിറ്റിയാണ്, ഇപ്പോൾ കൊച്ചിയോ ബാംഗ്ലൂരേക്കാളൊക്കെ ഒരു വലിയ സിറ്റിയാണ്. പോപ്പുലേഷൻ അത്ര ഉണ്ടാവില്ലായിരിക്കും, എന്നാലും വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സും അതൊക്കെയുള്ള. ഇതത് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മീഡിയം സിറ്റിയാണ്. അത്രയും പോപ്പുലേഷനൊന്നുമില്ല, എന്നാലും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരു മേജർ ജംഗ്ഷനാണ് ഇവിടെ വാൾനട്ട് ക്രീക്ക്. വാൾനട്ട് ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാക്രമെൻറ്റോയിലോട്ട് പോകാൻ നോർത്ത്, വെസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു ബെർക്ക്ലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർക്ക്ലി ഒക്കെ ഫേമസ് ആണല്ലോ, അങ്ങോട്ടൊക്കെ പോകാൻ ഒരു റൂട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം പോകുന്ന സ്ഥലം കോൺകോഡ് എന്ന് പറയും. കോൺകോഡിലോട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അഡ്ജസൻറ്റ് സ്ഥലങ്ങളാണ്. ഇതല്ല ആ പോകുന്ന വണ്ടി കണ്ടോ, അത് ഒരു ഫോക്സ് വാഗൻ്റെ ആ കാണുന്നത് ഒരു ID4 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. എനിക്കൊന്ന് നാട്ടിലൊന്നും അധികം ഇല്ലയെന്ന് തോന്നുന്നു. അത് ഇലക്ട്രിക്കാണ്, ID4. അതിവിടെ അത്യാവശ്യം കുറച്ച് പോപ്പുലറാണ് ആ വണ്ടി. ഇതിപ്പം സിറ്റീൻ്റെതായ ഒരു ട്രാഫിക്കാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടില്ലേ, F-150 ട്രക്കാണ്. ആ സൈഡിലുണ്ടല്ലോ ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ബൈ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക്സ് ഉള്ള ഷോപ്പാണ്. നമുക്കിപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്ത് വേണേലും അവിടെ പോയാൽ കിട്ടും. ഇപ്പോൾ ട്രാഫിക് കുറച്ചൊന്ന് കുറഞ്ഞു. നമ്മളിനി പെട്ടെന്ന് തന്നെ എത്തും. 5 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. എനിക്ക് തോന്നി വാൾനട്ട് ക്രീക്കും കോൺകോഡും അപ്പം ഭയങ്കര അടുത്താണ്. 3 മൈൽസ് അല്ലേ, 3 മൈൽസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ നോക്കാം, ഞാൻ നോക്കട്ടെ.